ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരല്പം ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. 9 മണിയായി. ഇന്നലെ തലവേദനയും കാര്യമൊക്കെ ആയിട്ട് ഓടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഇപ്പോഴും വിട്ടിട്ടില്ല. കണ്ണിനൊരു ചെറിയ ജീവനില്ലാത്ത മാതിരി ഉണ്ട്. അപ്പോൾ CNG കുറച്ച് കുറവുണ്ട്. ഇന്നലെ നൈറ്റ് സാധാരണ നൈറ്റ് അടിച്ചിട്ടാണ് സൈഡാക്കാറ്. അതാകുമ്പോൾ രാവിലെ ഒന്ന് ഓടാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ അത് ചെയ്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വയ്യാത്ത കാരണം പോയിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങിയില്ല. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ അതൊന്ന് അടിച്ച് ഫില്ല് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ട്രിപ്പൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. ഒരു 10-15 മിനിറ്റ് ആയി ഇറങ്ങിയിട്ട്. ഇനിയിപ്പോൾ CNG ഫില്ല് ചെയ്തിട്ട് വരാം നമ്മൾ. അപ്പോൾ ഗൈസ്, CNG ഒന്നും ഫില്ല് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു. നമ്മൾ കസ്റ്റമർ എടുക്കാൻ വന്നിട്ടാണ്. ഏതൊരു അപ്പാർട്ട്മെൻറ്റാണ് കറക്റ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ കസ്റ്റമർ വിളിച്ചപ്പോൾ അവർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്നാൽ അവരെ കൊണ്ടാക്കി വന്നിട്ട് കാണാം. ബാക്കി എത്ര കിട്ടുന്നു നോക്കാം. ഐസ്, അപ്പോൾ സെക്യൂരിറ്റി വന്ന് നല്ല വീണ്ടും ഒതുക്കിപ്പിച്ച്. അപ്പോൾ ഇനി എന്തായാലും കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. വന്ന് അവരെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ രാവിലത്തെ ട്രിപ്പ് നേരെ ആലുവയ്ക്കായിരുന്നു. ആലുവ എത്തി അവരെ ഡ്രോപ്പ് ചെയ്ത് 2 സെക്കൻഡോട് അടുത്ത ട്രിപ്പ് അടിച്ചു. നമ്മൾ കാക്കനാട് ഇൻഫോപാക്കിൻ്റെ അടുത്തേക്ക്. അത് ടീച്ചറായിരുന്നു. അവർക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അവർ. അത്യാവശ്യം നല്ല ബ്ലോക്കുള്ളതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി നമ്മൾ വീഡിയോ ചെയ്യാൻ. പിന്നെ ഊബർ നമ്മൾ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിരിക്കണമെന്നുണ്ട്. 402 രൂപയുടെ ട്രിപ്പിന് നമുക്ക് ആകെ കിട്ടിയത് 176 രൂപയാണ്. ബാക്കി എന്താ ഇപ്പോൾ അവർ കാട്ടുന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കറക്റ്റ് ഇന്നത്തെ റേറ്റും ഇന്ന് ഉണ്ടായ ഇപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പിൻ്റെ ആ സംഭവം ഞാൻ പറയുന്നതായിരിക്കും. എന്താണ് അവരുടെ ഉദ്ദേശം? നമ്മളെ പറ്റിക്കാൻ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ഫെയറാണോ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ എണ്ണ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. റേഞ്ച് ചെയ്യണം. അതുവരെ ഊബർ ഓഫാക്കിയിട്ടിട്ട് പോവുകയാണ്. പിന്നെ പ്രത്യേകം ഊബർ ഓടിക്കുന്ന ഡ്രൈവറിനോട് യാത്രയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. എനിക്കിപ്പോൾ 4 എണ്ണ അടിച്ച്, 4 ഊബർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടിച്ചത്. അപ്പോൾ ഊബർ ഓടിക്കുന്നതോട് യാത്രയും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. യാത്രയിൽ അത്യാവശ്യം ട്രിപ്പ് ഉണ്ട്. പിന്നെ നമുക്കറിയാലോ, അത് അത്യാവശ്യം ഫെയറും കിട്ടുന്നുണ്ടല്ലോ ഊബർ. ഇങ്ങനെ യാത്രയിൽ ഊബറിൽ അതില്ലല്ലോ. അപ്പോൾ യാത്ര എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ മാക്സിമം എല്ലാവരും കസ്റ്റമേഴ്സിനോട് പറയാം, യാത്രേൻ്റെ കാര്യം പറയാം. ഊബർ നമ്മളെ പറ്റിക്കുന്നുണ്ട്. യാത്ര ഇപ്പം അങ്ങനെ ആയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനോട് പറയാം, യാത്രയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഓലയിലും ഇല്ല, വേറെ ഏതൊരു ആപ്പ് കൂടി ഉണ്ടല്ലോ അതിലും ഞാനില്ല. RC കിട്ടിയിട്ടില്ല, പുതിയ വണ്ടിയല്ലേ. പിന്നെ ഓലയുള്ളത് റാപ്പിഡും ഉണ്ട്. ഇതിൽ 2 ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് RC കിട്ടിയിട്ടില്ല. ഇതിൽ 2 രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് RC വേണം. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസം 6 മാസം ആയിരുന്നുണ്ട്. 5 മാസം എന്തായാലും ആയിട്ടുണ്ടാവും. ഇതുവരെ RC നമുക്ക് കൈ കിട്ടിയിട്ടില്ല. അത് വേറൊരു കഥ. അപ്പോൾ ഇപ്പോൾ ഈ 2 സംഭവം ഇല്ലാത്ത ആൾക്കാർ യാത്ര എന്തായാലും ചെയ്യാം. കാരണം പുതിയ വണ്ടിക്കാർക്ക് എന്തായാലും ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ RC വേണ്ടി വരും. ഞാൻ RC ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ എനിക്കിപ്പോൾ ഒരു സുഹൃത്ത് നമ്പർ തന്നിട്ടുണ്ട് ഓരോ, അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളത്. അപ്പം എന്നാൽ ഇനി എണ്ണയൊക്കെ അടിച്ചിട്ട് കാണാം നമുക്ക്. മൂഞ്ചിന്ന് പറയേണ്ട വരും ഗായ്സ്. ഇത് കണ്ടോ, ക്യൂ ആണ്. ക്യൂ ഞാനിപ്പോൾ ഏറ്റവും ബാക്കിലാണ്. ശരിക്ക് CNG ചെയ്യാനുള്ള ക്യൂ എന്ന് പറയുന്നത് ഇത് അങ്ങനെ പോയിട്ട് അവിടെയാണ്. നമ്മൾ ഇത് അവിടെയാണ് ചെയ്യേണ്ടത്. നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇതിലൂടെ വേണം നമുക്ക് പോവാട്ടാ. ഫുൾ മൂഞ്ചി തെറ്റി. ഇന്നലെ രാത്രി തന്നെ അടിച്ചാൽ മതിയായിരുന്നു. എണ്ണ അടിച്ച് ഒഴിവായപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂറായി ഗൈസ്. അത് കഴിഞ്ഞ് നേരെ നമ്മളെ സ്റ്റേഡിയം വന്ന്, സ്റ്റേഡിയം ലിങ്ക് റോഡിൽ അക്ഷയ് ഫുഡ് കോർട്ടിൽ പോയി ഒരു 3 പൊറോട്ടയും ഒരു മുട്ടക്കറിയൊക്കെ അടിച്ച്. പൊറോട്ട കിടിലം പൊറോട്ട, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഇപ്പോഴാണ് ആപ്പൊക്കെ ഓണാക്കിയത്. നമ്മൾ ഈ CNG കഴിഞ്ഞ കാരണം ഒക്കെ ഓഫാക്കിയിട്ടാണ് വന്നത്. രാവിലെ തന്നെ 2 ട്രിപ്പ് അടിച്ച്. അതിൽ തന്നെ ഏകദേശം കഴിഞ്ഞെന്നല്ല ഉണ്ടായിരുന്നു. എന്നാലും വേറെ ട്രിപ്പ് എടുക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഓഫാക്കി. പിന്നെ നല്ല കിട്ടില്ല വെയിൽ, അതൊരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് അപ്പം തന്നെ ഈ ട്രിപ്പ് അടിച്ചു. വാരാപ്പുഴ ഏതൊരു ഉള്ളേരിയാക്കി. പിന്നെ അവർക്ക് കുറേ പർച്ചേസിങ് ഉണ്ട്, ചെറിയ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അതിന് ചെറിയ ടിപ്പ് എനിക്ക് തന്ന്. ഇപ്പോഴുണ്ട് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ ഒരു സിനിമയ്ക്ക് ഏതോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് 1.5 ലുലു മാളിൽ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് പോകണം. അപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ ചെറിയ ഓട്ടമായി, 3 ഓട്ടേ കിട്ടിയുള്ളൂ. ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞായിരുന്നു നല്ല തലവേദനയും കാര്യമൊക്കെ ആയിട്ട്. ഇപ്പോഴാണ് ഉഷാറായത്. അതിനിടയ്ക്ക് എണ്ണ അടിക്കാനും നമുക്ക് ഒരുപാട് ടൈം മിസ്സായി. അപ്പോൾ മാക്സിമം എല്ലാവരും നേരത്തെ എണ്ണ അടിച്ചിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേമാതിരി പകുതിക്ക്
സ്റ്റക്ക് ആവേണ്ടി വരും. അപ്പോൾ ഞാൻ ഏകദേശം 1 മണിക്കൂറായിട്ട് പമ്പിൽ തന്നെ നിന്നു നേരത്തെ പറഞ്ഞ മാതിരി. അതെല്ലാം നമുക്ക് നഷ്ടമാണ് ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ അവിടെ ഏകദേശം 1 മണിയാകുമ്പോൾ ലുലുവിക്ക് വരാനുണ്ട്. അപ്പോൾ ഞാൻ നേരെ ലുലുവിക്ക് പോവാണ്. അപ്പോൾ ഇനി പടം ഏതാണെന്നുള്ളത് അവിടെ പോയിട്ട് കാണാം. ഇതുവരെ എനിക്കറിയില്ല ഏതാ പടം എന്നുള്ളത്. അവിടെ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ തിരികെ കാണാം. ഹായ്. അപ്പോൾ പടത്തിനൊക്കെ പോയി വന്നിട്ടുള്ള ഇരുത്താണ്. പടത്തിന് പോകുമ്പോൾ ഏകദേശം 1:30 നമ്മൾ 1 മണി സൈഡാക്കിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നേരെ 5:30 പടമൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പടം തലൈവനായിരുന്നു. അത് കണ്ടു. നല്ല പടം, കുഴപ്പമില്ല. ആസിഫ് അലിൻ്റെ നല്ല കിടിലൻ പടം. ആസിഫ് അലി വിജയമേനോനും. പിന്നെ ലാസ്റ്റ് കണ്ടത് വർഷങ്ങൾക്ക് ശേഷമാണ്. അത് മൂഞ്ചി പടം, ഒന്നും പറയാനില്ലല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ പടം കാണില്ല, മോനെ, അതും കാണാൻ പറ്റിയില്ല. തിയേറ്ററിൽ പോയി കണ്ടില്ല, കാണാൻ പറ്റാഞ്ഞില്ല. അത് വൈബ് പോയില്ല. അപ്പോൾ പോയില്ല. ഏകദേശം 7 മണി കഴിഞ്ഞ് ഗൈസ്. ഇത്ര നേരമായിട്ട് നമുക്ക് ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം ഓടൂല. തൽക്കാലം ആപ്പാണ്ട് ഓഫാക്കിയിട്ട് ഇനി ഒരു 7:30 ശേഷം ഒരു ചായ കുടിച്ചൊരു 7:30 ശേഷം നമ്മൾ വണ്ടി എടുക്കുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും ട്രാഫിക്കിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. നമ്മൾ കൊച്ചിത്തെ ഈ നേരം എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കാണ്. 7 to 7:30 അത് തീർന്നോട്ടെ എന്നിട്ട് കഴിഞ്ഞ് എടുക്കുന്നുള്ളൂ. അപ്പം എന്നാൽ ഇന്നിനി ഏതെങ്കിലും ട്രിപ്പ് അടിക്കുകയോ ഇല്ലേ എന്നൊക്കെ നോക്കാം. നമുക്ക് ഏകദേശം ഒരു 10-12 വരെയെങ്കിലും കിടക്കണമെന്ന് വിചാരിക്കണേ. ആകെ കിട്ടിയത് 3 അതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു സിനിമയ്ക്ക് പോയതുകൊണ്ട് മാത്രം കുറച്ചൊരു ഡിലേ വന്നു. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബർ നമ്മൾ ഓമ്പിച്ചിരിക്കുകയാണ്. യാത്രയിലാണ് അടിച്ചത്. യാത്രി നമ്മളെ വൈറ്റിലേക്കായിരുന്നു. വൈറ്റിലെ ഫ്ലൈ ഓവറിൻ്റെ താഴെ സൈഡാക്കിയിട്ടിരിക്കണം ഇപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട്. യാത്രയാ ഓലെ ഏതെങ്കിലും അടിക്കട്ടെ. ഓലപ്പോൾ ശരിയാക്കിക്കണം. എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇന്നിപ്പോൾ മെനക്കെട്ടിരുന്ന് റെഡി ആക്കിയതാണ് ഓല. അതിന് റാപ്പിഡ് ഓലം കൂടി ഒന്ന് നമുക്ക് സെറ്റാക്കാണ്ട്. അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുള്ള വലിയ ഐഡിയ ഇല്ല. നമുക്ക് നോക്കണം നാളെ. അപ്പോൾ എന്നാൽ ഞാൻ അടുത്ത ട്രിപ്പ് കിട്ടുമോ നോക്കുക, അല്ലെങ്കിൽ ഷോക്കായിരിക്കും. ലേറ്റ് ഇല്ല. അപ്പോൾ ഹായ് ഗൈസ്, ലേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ഏകദേശം റൂമിൽ എത്തിയിട്ടോ. ഏകദേശം 9:30 കഴിഞ്ഞു, 10 മണി ആവാറായി. പിന്നെ ട്രിപ്പൊന്നും ലഭിച്ചില്ല എനിക്കപ്പോൾ. അപ്പോൾ ഇനി നിൽക്കുന്നത് വെറുതെയാണ്. ഉറക്കം കളഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. നാളെ കുറച്ച് നേരത്തെ ഇറക്കണമെന്ന് വിചാരിക്കുന്നു.